ഹലോ, എല്ലാവർക്കും വിങ്സ് അക്കാഡമിയുടെ ക്യാപ്സ്യൂൾ സീരീസിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ റിവിഷൻ ചെയ്യാൻ പോണത് ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്സുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടാവുക. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മോഡൽസ് പഠിക്കാണ്ട് ഒരിക്കലും എക്സാമിന് പോകരുത്. ഇതായിരിക്കും ഉറപ്പായിട്ടും ചോദിക്കുന്ന മോഡൽസ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പൊ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്? അതായത് ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഒരു ഇക്വേഷനിൽ ടേംസ് അറിയോ? v = u + at. ഇതില് എത്ര ടേംസ് ഉണ്ട്? ഇക്വേഷൻസ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇതില് എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് v, ഒന്ന് u, ഒന്ന് at. ഇതാണ് അവിടുത്തെ 3 ടേംസ്. എങ്ങനെയാണ് അവിടെ 3 ടേംസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്? അതായത് ആദ്യം തന്നെ v വന്നപ്പോ ഒരു ടേമായി, ഈക്വൽ ടു പ്ലസ് മൈനസ്, ഇവരൊക്കെയാണ് എന്ത് ചെയ്യുക? ടേമുകളെ വേർതിരിക്കുന്ന ആൾക്കാർ. അപ്പോ v കഴിഞ്ഞിട്ട് ഈക്വൽ ടു വന്നു. ഈക്വൽ ടു വന്നപ്പോ എന്തായിട്ട് മാറി? വേറെ ടൈമായി. അപ്പൊ ഞാൻ പറഞ്ഞു ഈക്വൽ ടു വന്നാൽ എന്തായിട്ട് മാറും? വേറെ ടൈമായിട്ട് മാറും. പ്ലസ് വന്നാലും മൈനസ് വന്നാലും വേറെ ടൈമായിട്ട് മാറും. അപ്പൊ u കഴിഞ്ഞിട്ട് അടുത്ത ആള് വരെ വന്നത് പ്ലസ് ആണ്. അപ്പൊ പ്ലസ് വന്നാൽ ഇത് എന്തായിട്ട് മാറും? വേറെ ടേമായിട്ട് മാറും. ഇവരുടെ വന്ന ചിഹ്നം എന്താണ് മക്കളെ? ഇൻഡു ആണ്. ഇൻഡു ഡിവിഷൻ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറൂല? വേറെ ടേമായിട്ട് മാറൂല. ഓക്കെ, അപ്പൊ ഒരു കേസിൽ എത്ര ടേം ഉണ്ടെന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ്? പ്ലസ് മൈനസ് ഈക്വൽ ടു. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ടേം ഉണ്ട്? 3 ടേം ഉണ്ട്. അപ്പോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഫോർ ആൻ ഇക്വേഷൻ ടു ബി കറക്റ്റ്, ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ദ ഡൈമെൻഷൻ ഓഫ് ഈച്ച് ടേം ഓഫ് ദി ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. അതായത് നോക്കിയേ, ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനിലെ എല്ലാ ടേംസിന്റെ ഡൈമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ എത്ര ടേം ഉണ്ട്? 3 ടേം ഉണ്ട്. ആ 3 ടേമിന്റെ ഡൈമെൻഷനും സെയിം ആയാൽ മാത്രമേ ആ ഇക്വേഷൻ എന്തായിരിക്കുള്ളൂ? കറക്റ്റ് ആയിരിക്കുള്ളൂ എന്നാണ് ആര് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക, ഉറപ്പായിട്ടും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുപോലെ തന്നെ വേറെ രീതിക്ക് വേണമെങ്കിൽ ഹോമോജിനിറ്റി പറയാം. എന്താണെന്ന് അറിയോ? അതായത് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ ഡൈമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ യുവിനെയും ആഡ് ചെയ്യുന്നുണ്ട്, 18നെയും ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇവരുടെ രണ്ടുപേരുടെ ഡൈമെൻഷൻ എന്താണ്? സെയിം ആണെന്നാണ്. കുഴപ്പമില്ലല്ല. ഓക്കെ, അപ്പൊ 2 തരത്തിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയാ. രണ്ടും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. എന്താണ് പറയുന്നത്? ഒരു കേസിലെ എല്ലാ ടേംസിന്റെ ഡൈമെൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലാണ്ട് അവർ പറയുന്ന കാര്യം എന്താണ്? 2 പേരെ പ്ലസോ മൈനസോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡൈമെൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇവരെ 2 ഡൈമെൻഷൻ സെയിം ആയതിന്റെ അതേ ഡൈമെൻഷൻ തന്നെ ആയിരിക്കും വരാ, ഇയാൾക്കും വരാം. കുഴപ്പമില്ലല്ല. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി കഴിഞ്ഞു. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിക്കേണ്ടത് എന്തിനാണെന്നറിയോ? ഇക്വേഷൻ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് എന്തുപയോഗിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ ചോദിക്കാം? കൺസിസ്റ്റൻസി, കറക്റ്റ്നെസ്, കറക്റ്റ് ആണോ, കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ഹോമോജിനിറ്റി അതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. അപ്പൊ അവര് പറഞ്ഞ പ്രോബ്ലം എന്താണ്? ദ വെലോസിറ്റി v ഇൻ മീറ്റർ സെന്റിമീറ്റർ സെക്കൻഡ്. അതായത് വെലോസിറ്റി ഡയമെൻഷൻ കണ്ടുപിടിക്കാനുള്ള ക്ലൂ ആണ്. നമുക്കറിയാം, കുറച്ച് പേരെ ഡയമെൻഷൻസ് പഠിച്ചു വെച്ചോ. അതിൽ വെലോസിറ്റി ഡയമെൻഷൻ L(t⁻⁻1) ആണ്. അപ്പൊ പഠിച്ചു വെച്ചോട്ടാ. ഓക്കെ, കുറച്ച് പേരെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ വെലോസിറ്റി L(t⁻⁻1), ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഗിവൺ ഇൻ ടേംസ് ഓഫ് ടൈം. ടൈമിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കാം. ടൈമിന്റെ ഡയമെൻഷൻ എന്താണ്? t ആണ്. ഓക്കെ, ബൈ ദ ഇക്വേഷൻ v = at + b + t + c. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? a കണ്ടുപിടിക്കണം, b കണ്ടുപിടിക്കണം, ഫൈൻഡ് a, b, c. ഇവിടെ a കണ്ടുപിടിക്കണം, b കണ്ടുപിടിക്കണം, c കണ്ടുപിടിക്കണം. ഓക്കെ, ഫൈൻഡ് എന്നുള്ള സാധനം ഇതിലില്ല. അപ്പൊ ഇതിൽ കണ്ടുപിടിക്കേണ്ടത് a കണ്ടുപിടിക്കണം, b കണ്ടുപിടിക്കണം, c കണ്ടുപിടിക്കണം. അപ്പൊ ഒരു ഇക്വേഷൻ തന്നിട്ട് അതില് എയും ബിയും സി ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ? ഇത് എ, ഇത് ബി, ഇത്
സി. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ കണ്ടുപിടിക്കാം? ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനിലെ എല്ലാ ടേംസിന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഇവിടെ എത്ര ടേംസ് ഉണ്ട് നോക്കി. ഇവിടെ ആദ്യത്തെ ടേം ആരാണ്? വി അല്ലെ. വി കഴിഞ്ഞിട്ട് ഈക്വൽ ടു വന്നു. ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ അടുത്ത ടേം ആയിട്ട് മാറും, ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എയുടെ അടുത്ത് വന്നത് ആരാണ്? ഇൻറ്റു ടി ആണ്. ഇൻറ്റു ടി വന്ന വേറെ ടേം ആവോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് വന്നത് ആരാണ്? പ്ലസ്. പ്ലസ് വന്നാൽ ഇത് അടുത്ത ടേം ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഇവിടെ മൊത്തത്തിൽ എത്ര ടേം ഉണ്ട്? 3 ടേം. വി എ ടി ബി ബൈ ടി പ്ലസ് സി. അപ്പൊ 3 ടേം ആണ് അവിടെ നിലവിൽ നമുക്കുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോ ഈ 3 പേരെ ഡയമെൻഷൻ എന്തായിരിക്കും? ഒരു ഒറ്റ ഒരെണ്ണായിരിക്കും. 3 പേരെ ഡയമെൻഷനും ഒറ്റ ഒരെണ്ണായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും വെലോസിറ്റി ഡയമെൻഷൻ അറിയാലോ. LT⁻⁻1 ആണ്. LT⁻⁻1 തന്നെ ആയിരിക്കും ആർക്ക്? ATക്ക്. അതുപോലെ തന്നെ B ബൈ T പ്ലസ് സിക്ക്. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് ആരുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക? എയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. നോക്കിക്കോട്ടാ. അപ്പൊ ഇക്വേഷൻ എഴുതിച്ച V = AT പ്ലസ് B ബൈ T പ്ലസ് സി. അപ്പൊ വിയുടെ ഡയമെൻഷനും ATയുടെ ഡയമെൻഷനും സെയിം ആണ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വിയുടെ ഡയമെൻഷനും ATയുടെ ഡയമെൻഷനും സെയിം ആണെന്ന് മനസ്സിലായില്ലേ? വിയുടെ ഡയമെൻഷനും ATയുടെ ഡയമെൻഷനും സെയിം ആണ്. കാരണം എന്താണ്? ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനിലുള്ള എല്ലാ ടേംസിന്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. ഇതിൽ എത്ര ടേം ഉണ്ട്? 1 2 3 ടേം ഉണ്ട്. ഇതിൽ എത്ര ടേം ഉണ്ട്? 3 ടേം ഉണ്ട്. അപ്പൊ 3 ടേമിന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം മക്കളെ? സെയിം ആയിരിക്കണം. അപ്പൊ 2 പേരെ വിയുടെ ഡയമെൻഷൻ നമുക്കറിയാം എന്താണ്? LT⁻⁻1 ആണ്. വിയുടെ LT⁻⁻1 ആണെന്നുണ്ടെങ്കിൽ AT എന്ന് പറഞ്ഞ ടേമിന്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും LT⁻⁻1 തന്നെയായിരിക്കും. ഇനി ഇതിലേക്ക് കണ്ടുപിടിക്കേണ്ടത് ആരുടെ ഡയമെൻഷൻ ആണെന്ന് പറഞ്ഞേ. ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? കണ്ടുപിടിക്കേണ്ടത് എയുടെ ഡയമെൻഷൻ ആണ്. അപ്പൊ കണ്ടുപിടിക്കേണ്ട ആളെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം മക്കളെ? ഒറ്റയ്ക്ക് നിർത്തണം. കണ്ടുപിടിക്കേണ്ട ആൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് നിർത്തണം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടുപിടിക്കാനായിട്ട് പറ്റൂല. അപ്പൊ കണ്ടുപിടിക്കേണ്ട ആൾ ഒറ്റയ്ക്ക് നിർത്താന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഈ ടി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യാ? ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പൊ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയ ടി സ്വാഭാവികമായിട്ടും ഈക്വൽ ടു ഇപ്പുറത്തോട്ട് വരുമ്പോ എന്താ അവിടെ മക്കളെ? ഡിവിഷൻ ആവും. അപ്പൊ അവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ആയി ടി ഇങ്ങോട്ട് വന്നപ്പോ ഡിവിഷൻ ആയി. അപ്പൊ വി ബൈ ടിയോ വിയുടെ ഡയമെൻഷൻ ബൈ ടിയുടെ ഡയമെൻഷൻ നമുക്ക് എന്ത് കിട്ടും? എയുടെ ഡയമെൻഷൻ കിട്ടും. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ. വിയുടെ ഡയമെൻഷൻ എന്താ? ഒന്ന് കൊടുത്തേ. വിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. ബൈ ടിയുടെ ഡയമെൻഷൻ എന്താണ്? ടിയുടെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ ടി ആണ്. കുഴപ്പമില്ലല്ല. ഇസ് ഈക്വൽ ടു എയുടെ ഡയമെൻഷൻ കിട്ടും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതായത് 1/t ഉണ്ടെന്ന് വിചാരിക്കാം. 1/t ഉണ്ട്. അപ്പൊ 1/tയില് ഇതിന്റെ പവർ 1 ആണ്. 1/tയില് അതിന്റെ പവർ 1 ആണെന്ന് വിചാരിക്കുക. ഈ ടീനെ ഞാൻ മേലോട്ട് കൊണ്ടുപോകുമ്പോ എന്താ സംഭവിക്കുക? ആ ടീനെ ഞാൻ മേലോട്ട് കൊണ്ടുപോകുമ്പോ എന്ത് സംഭവിക്കും? അതായത് എന്താ സംഭവിക്കുന്നത്? ആ ടിയുടെ പവർ എന്തായിട്ട് മാറും? -1 ആയിട്ട് മാറും. ആ ടിയുടെ പവർ എന്തായിട്ട് മാറും? -1 ആയിട്ട് മാറും. അതായത് ഡിവിഷൻ ആർന്ന സ്ഥാനത്തിന്റെ പവർ എന്താണ്? ഇവിടെ 1 ആണെങ്കിൽ അത് പോസിറ്റീവ് 1 ആണെങ്കിൽ മേലെ പോകുമ്പോൾ എന്താവും? -1 ആവും. ഇനി -2 ആണെന്നുണ്ടെങ്കിൽ അവിടെ മേലോട്ട് പോകുമ്പോൾ എന്താവും മക്കളെ? മേലോട്ട് പോകുമ്പോൾ എന്താവും? +2 ആയിട്ട് മാറും. എന്തായിട്ട് മാറും? +2 ആയിട്ട് മാറും ട്ടാ. ഓക്കെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരെ എത്തി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ടി ഉണ്ട്. ടിയുടെ പവർ എന്താണ്? 1 ആണ്. അപ്പൊ ടി മേലോട്ട് പോകുമ്പോ എന്ത് സംഭവിക്കും? ഈ ടി മേലോട്ട് പോകുമ്പോ എന്താ സംഭവിക്കുക? എന്തായിട്ട് മാറോടാ? +1. അവിടെ ചെല്ലുമ്പോ ടിയുടെ പവർ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പവർ എത്രയാണ്? 1 ആണ്. അപ്പൊ +1 മേലോട്ട് പോകുമ്പോ എന്ത് സംഭവിക്കും? -1 ആയിട്ട് മാറും. അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം അത് എവിടെ ഇതാണ്? ഇവിടെ ഇതാണ്ടാ. അപ്പോ LT⁻⁻1 ഇൻറ്റു T⁻1 ആണ്. അതിനെ ഞാൻ അടിയുന്ന സ്ഥാനത്തിന്റെ മേലോട്ട് കൊണ്ടുപോയപ്പോ എന്ത് സംഭവിച്ചു? അതിന്റെ പവർ മൈനസ് ആയിട്ട് മാറി. ഓക്കെ. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ചെയ്തത്. LT⁻⁻1 ഇൻറ്റു T⁻⁻1. ഇവിടെ നോക്കിയേ. ഒരുപോലത്തെ ആൾക്കാരുണ്ട് അല്ലെ? ഒരുപോലത്തെ ആൾക്കാർ ആരാണ്? ടി. ഒരുപോലത്തെ ടി ഉണ്ട്. ഒരുപോലത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അപ്പൊ അവരുടെ പവർ നോക്കിയേ. അവരുടെ പവർ എന്ത് ചെയ്യണം എന്നറിയോ? ഒരുപോലത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ പവർ കൂട്ടണം. അവരുടെ പവർ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ -1 + -1 എന്ത് വരും?
2. അപ്പൊ അത് ഞാൻ എഴുതാൻ പോവാണ്. L t raised to minus 2 equal to a. ഇതാണ് ആരുടെ ഡൈമെൻഷൻ? എയുടെ ഡൈമെൻഷൻ. കിട്ടിയില്ലേ? സംഭവം കിട്ടിയില്ലേ? എയുടെ ഡൈമെൻഷൻ കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? എയുടെ ഡൈമെൻഷൻ കിട്ടി. സിമ്പിൾ ആണ്. എങ്ങനെ കിട്ടി? നമ്മൾ ചെയ്തെന്താണ്? എ വിയുടെ ഡൈമെൻഷനിലും എ ടിയുടെ ഡൈമെൻഷനിലും കൊടുത്തു. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ 2 ടേം ഉണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഇവിടെ 2 ടേം ഉണ്ട്. അതായത് ഈ 2 ടേം അവരുടെ 2 ഡൈമെൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോണ അവരുടെ 3ാമത്തെ പേരുടെ ഡൈമെൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. നോക്കിക്കോട്ടാ. നമുക്കറിയാം വിയുടെ ഡൈമെൻഷനും വിയുടെ ഡൈമെൻഷനും ബി ബൈ ടി പ്ലസ് സിയുടെ ഡൈമെൻഷനും സെയിം ആണ്. ടി പ്ലസ് സിയുടെ ഡൈമെൻഷനും സെയിം ആണ്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിയുടെ ഡൈമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇവിടെ നോക്കിയേ, ടീനെയും സിനെയും എന്ത് ചെയ്യുന്നുണ്ട്? പ്ലസ് ചെയ്ത് ടി പ്ലസ് സി എന്നാണ്. ടി പ്ലസ് സി എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ചു നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, 2 പേരെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡൈമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവരെ 2 പേരെയും ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം അവരെ 2 പേരെയും ഡൈമെൻഷൻ എന്താണ്? സെയിം ആണ്. അപ്പൊ ഇവിടെ ടിയുടെ ഡൈമെൻഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്? ടി ആണ്. അപ്പൊ സിയുടെ ഡൈമെൻഷൻ തന്നെയായിരിക്കും ടി തന്നെയായിരിക്കും. കാരണം ഇവരെ 2 പേരുടെ ഡൈമെൻഷൻ എന്താണ് മക്കളെ? സെയിം അല്ലേ? സെയിം അല്ലേ? കാരണം അവർ 2 എന്ത് ചെയ്യുന്നുണ്ട്? പ്ലസ് ചെയ്യുന്നുണ്ട്. സോ സിയുടെ ഡൈമെൻഷൻ എന്താണ്? സോ സിയുടെ ഡൈമെൻഷൻ ഈക്വൽ ടു ടി. സിയുടെ ഡൈമെൻഷൻ ഈസ് ഈക്വൽ ടു ടി. ഇപ്പൊ സി എന്നുള്ള മാതിരി കാണില്ല അല്ലെ? സിയുടെ ഡൈമെൻഷൻ ടി ആണ്. അപ്പൊ അത് കിട്ടെ. നമുക്ക് അതിന്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും? ബിയുടെ ഡൈമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങോട്ട് നോക്കട്ടാ. അപ്പോ ഇവിടെ നോക്കി, ടി ഉണ്ട് പ്ലസ് സി, 2 പേരെ ഡൈമെൻഷൻ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്ത് കിട്ടണ ഉത്തരം തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയുണ്ടാ? അതായത് വെലോസിറ്റിയുടെ ഡൈമെൻഷൻ u പ്ലസ് എ ടി ഇസ് ഈക്വൽ ടു വി. ആ ഇക്വേഷൻ തല തിരിച്ചെഴുതി, വേറെ ഒന്നുമില്ല. ഇതിൽ യുവിന്റെ ഡൈമെൻഷൻ എന്താണ്? എൽ ടി റേസ് ടു മൈനസ് 1 ആണ്. പ്ലസ് എ ടിയുടെ ഡൈമെൻഷൻ എന്താണ്? എൽ ടി റേസ് ടു മൈനസ് 1 ആണ്. ഓക്കെ, കുഴപ്പമില്ലല്ല. 2 പേരെ ഒരേ ഡൈമെൻഷനുള്ള ആൾക്കാരെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വെലോസിറ്റി ഡൈമെൻഷൻ. വെലോസിറ്റി ഡൈമെൻഷൻ ഞാൻ കുറച്ച് നേരത്തെ അവിടെ എഴുതി കാണിച്ചതുണ്ടായില്ല. എന്താണ്? എൽ ടി റേസ് ടു മൈനസ് 1 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലായി, ഒരേ ഡൈമെൻഷനുള്ള ആൾക്കാരെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെയായിരിക്കും, അതേ ഡൈമെൻഷൻ തന്നെ ആയിരിക്കും. അപ്പോ ഇവിടെ നിങ്ങൾക്ക് ഈ ടി എന്ന് പറഞ്ഞ ഡൈമെൻഷനുള്ള ആളെയും ഇവിടെ ടി എന്ന് പറഞ്ഞ ഡൈമെൻഷനുള്ള ആളെയും കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെയായിരിക്കും കിട്ടുണ്ടാവുക? ടി എന്ന് പറഞ്ഞ ഡൈമെൻഷൻ തന്നെ ആയിരിക്കും കിട്ടുണ്ടാവുക. അപ്പോ ഇനി നിങ്ങൾ ചെയ്യാൻ പോണ കാര്യം, ബിയുടെ ഡൈമെൻഷനും അടിയിൽ ഡൈമെൻഷൻ ഓഫ് ടി എന്ന് കൊടുത്താൽ മതി കേട്ടോ, വേറെ കൊടുക്കണ്ട. ഇനി നിങ്ങൾക്ക് കിട്ടേണ്ടത് ആരാണ്? ബിയുടെ ഡൈമെൻഷൻ ആണ് അല്ലെ? ബിയുടെ ഡൈമെൻഷൻ കിട്ടണമെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ ടീനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. ബീനെ ഒറ്റക്കാക്കണ്ടേ? കണ്ടുപിടിക്കേണ്ട ആളെ ഒറ്റക്കാക്കണ്ടേ? ഒറ്റക്കാക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഈ ടീനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. ടീനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ ഡിവിഷൻ ആർന്ന് ടി അപ്പുറം വരുമ്പോ സ്വാഭാവികമായിട്ടും മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഡൈമെൻഷൻ ഓഫ് വി എന്ന് എഴുതണില്ല, എൽ ടി റേസ് ടു മൈനസ് 1 എന്ന് എഴുതാം. എൽ ടി റേസ് ടു മൈനസ് 1 ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് ബി. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, രണ്ടും ഒരുപോലത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ പവർ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ -1 + 1 എത്ര വരും? ഉത്തരം 0. അപ്പൊ ടി റേസ് ടു 0. അപ്പൊ എന്ത് വരും? ടി റേസ് ടു 0 ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് ബി എന്ന് വരും. ടി റേസ് ടു 0 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവിടെ ടി ഇല്ല. അവിടെ എന്തില്ല? ടി ഇല്ല. അപ്പൊ ഉത്തരം എന്തായിരിക്കും? ഡൈമെൻഷൻ ബിയുടെ ഡൈമെൻഷൻ എന്താണ്? എൽ ട്ടാ. അപ്പൊ എന്തിന്റെ ഒക്കെ ഡൈമെൻഷൻ കിട്ടി? എയുടെ ഡൈമെൻഷൻ കിട്ടി, സിയുടെ ഡൈമെൻഷൻ കിട്ടി, ബിയുടെ ഡൈമെൻഷൻ കിട്ടി. ഇനി അടുത്തത് വേറെ ഇക്വേഷൻ ആണ്. ഫൈൻഡ് ദ ഡൈമെൻഷൻ ഓഫ് എ ആൻഡ് ബി. അപ്പോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് റൂട്ട് ഉണ്ടല്ലേ? അപ്പൊ റൂട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ടും ചോദിക്കാറുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരാം. റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു 1/2 ആണ്.
റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു 1/2 ആണ്. അത് പഠിച്ചു വെച്ചോളൂ. അപ്പൊ മെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അവിടുത്തെ റൂട്ട് കളയാം. റൂട്ട് കളഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. റൂട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? മാക്സിമം അത് ടഫ് ആയിട്ട് തോന്നുക. അപ്പൊ റൂട്ട് കളയാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമില്ല. റൂട്ട് കളയാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക? ഈ ഇക്വേഷന് മൊത്തം സ്ക്വയർ ചെയ്യുക. ആ ഇക്വേഷൻ എന്ത് ചെയ്യുക? മൊത്തം സ്ക്വയർ ചെയ്യുക. അപ്പൊ മൊത്തം സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എഫ് സ്ക്വയർ ആയിട്ട് മാറും, എ സ്ക്വയർ ആവും, റൂട്ട് സ്ക്വയർ ആവും. വേണമെങ്കിൽ എഴുതി കാണിച്ചാട്ടോ ഒരു മിനിറ്റ്. എഫ് ഇസ് ഈക്വൽ ടു എ ബൈ റൂട്ട് എക്സ് പ്ലസ് ബി ടി സ്ക്വയർ. ഇങ്ങനെയാണ് വരാ. ഇതിൽ ഇക്വേഷൻ മൊത്തം സ്ക്വയർ ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ മൊത്തം സ്ക്വയർ ചെയ്യുമ്പോൾ എഫ് സ്ക്വയർ, എ സ്ക്വയർ, എക്സ് റൂട്ട് എക്സ് സ്ക്വയർ, ബി സ്ക്വയർ, ഇത് സ്ക്വയർ വരുമ്പോൾ മൊത്തം എന്തായിട്ട് മാറും? അല്ലെ 2 × 2 ആവുമ്പോൾ എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. കാരണം ടി റേസ് ടു 2 റേസ് ടു 2 ഇങ്ങനെ വന്ന് എന്തായിട്ട് മാറും? ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. അപ്പൊ 2 × 2 വരുമ്പോൾ എന്തായി മക്കളെ? ടി റേസ് ടു 4 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ 4, ഇവിടെ 2, ഇവിടെ എന്ത് ചെയ്യും? റൂട്ടും സ്ക്വയറും കട്ട് ചെയ്തു. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ ടി റേസ് ടു 4. കുഴപ്പമില്ലല്ല. ഇനി അവര് തന്നിരിക്കുന്ന ക്ലൂ എന്താണ്? എഫ് ഫോഴ്സ് ആണ്, എക്സ് ഡിസ്റ്റൻസ് ആണ്, ടി ടൈം ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ml ടി റേസ് ടു -2. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്താണ്? സിമ്പിൾ ആണ്. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ L, ടൈമിന്റെ ഡയമെൻഷൻ ടി. കുഴപ്പമില്ലല്ല. ഇനി നമുക്ക് ആരൊക്കെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ട്? ആരൊക്കെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം? എയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം, ബിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. എ ഇവിടെ ഉണ്ട്, ബി ഇവിടെ ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും കണ്ടുപിടിക്കാൻ എളുപ്പം ആരുടെ ഡയമെൻഷൻ ആണ്? എയുടെ ഡയമെൻഷൻ ആണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ കേസിൽ എങ്ങനെയാണ് ഡയമെൻഷൻ കണ്ടുപിടിക്കുക? അതായത് ഒരു ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനിലെ എല്ലാ ടേംസിന്റെ ഡയമെൻഷനും സെയിം ആയിരിക്കും. ഇതിലിപ്പോ എത്ര ടേംസ് ഉണ്ട് മക്കളെ? എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ആണുള്ളത്. അപ്പൊ ആ 3 ടേംസിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ എഫ് സ്ക്വയറിന്റെ അതേ ഡയമെൻഷൻ തന്നെ ആയിരിക്കും വരാം എ സ്ക്വയറിനും തന്നെ ഉണ്ടാവാം. അതായത് എ സ്ക്വയർ എക്സിനും തന്നെ ഉണ്ടാവാം. അപ്പൊ എഫ് സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്താന്ന് നോക്കാം. നമുക്ക് അത് എഴുതാം. എഫ് സ്ക്വയറിന്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ സ്ക്വയർ എക്സ്. എഫിന്റെ ഡയമെൻഷൻ എന്താണ്? ml t raised to -2. ml t raised to -2 സ്ക്വയർ എ സ്ക്വയർ എക്സിന്റെ ഡയമെൻഷൻ L. ഓക്കെ, കുഴപ്പമില്ലല്ല. സോറി, അതിനു മുമ്പ് കണ്ടുപിടിക്കേണ്ട ആളെ ഒറ്റക്കാക്കണ്ടേ? അത് ചെയ്തോ. അതായത് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? എ സ്ക്വയറിന് അല്ലെങ്കിൽ എനെയാണ്. എ സ്ക്വയറിനല്ല കണ്ടുപിടിക്കേണ്ടത്, എനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ആൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് ഇപ്പുറം കൊണ്ടുവരണം. അപ്പൊ അപ്പുറം കൊണ്ടുവരുമ്പോ എന്താ സംഭവിക്കുക? അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആ എക്സ് ഇപ്പുറം വരുമ്പോ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ എഫ് സ്ക്വയർ ബൈ എക്സ് ഈക്വൽ ടു എ എന്ന് വരും. ഇനി അടുത്തത് ഇങ്ങോട്ട് നോക്കി. ഇവരെ ഡയമെൻഷൻ കൊടുക്കുമ്പോൾ എന്താ പറയുക? എഫ് സ്ക്വയറിന്റെ ഡയമെൻഷൻ ml t raised to -2 സ്ക്വയർ ബൈ എക്സിന്റെ ഡയമെൻഷൻ L ആണ്. എക്സിന്റെ ഡയമെൻഷൻ L. അപ്പൊ അത് കൊടുത്തു ഈക്വൽ ടു എ. കുഴപ്പമില്ലല്ല, അത്രയും ചെയ്തില്ലേ? ഇനി അടുത്ത ചെയ്യാൻ പോണ കാര്യം അടിയത്തെ എല്ലിന് അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ആ സ്ക്വയറിനുള്ളിലോട്ട് കൊടുക്കാം കേട്ടാ. ഈ സ്ക്വയറിനുള്ളിലോട്ട് കൊടുക്കുക. സ്ക്വയറിനുള്ളിലോട്ട് കൊടുക്കുമ്പോൾ സംഭവിക്കും ഇവിടെ m സ്ക്വയർ ആവും, ഇവിടെ L സ്ക്വയർ ആവും. -2 × 2 -4 ആവും. അപ്പൊ അടുത്ത അത് എഴുതിക്ക. m സ്ക്വയർ L സ്ക്വയർ t raised to -4/L. കുഴപ്പമില്ലല്ല. ഇനി ഇത് ചെയ്യുമ്പോ ഈ L മേലോട്ട് പോകുമ്പോൾ സംഭവിക്കും. Lന്റെ പവർ 1 ആണ്. പവർ 1 പോസിറ്റീവ് 1 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താ അവിടെ മക്കളെ? -1 ആയിട്ട് മാറും. അപ്പൊ ഇവിടുത്തെ പോസിറ്റീവ് 1 മേലോട്ട് കൊണ്ടുപോകുമ്പോ ആണ്. നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ച് നോക്കിക്കോ. m സ്ക്വയർ L സ്ക്വയർ t raised to -4 ഇൻറ്റു ഇവിടത്തെ 1 അവിടെ ചെല്ലുമ്പോ എന്താവും? -1 ആയിട്ട് മാറും. ഇനി ഒരുപോലത്തെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യണം? ഒരുപോലത്തെ ആൾക്കാരെ പവർ കൂട്ടി എഴുതണം. അപ്പൊ ഇവിടെയും ഇത് നോക്കി, പവർ നോക്കി 2 + -1 എത്ര വരും ഉത്തരം? 2 + -1 എത്ര വരാ ഉത്തരം? 1 കേട്ടോ. എത്ര ഉത്തരം വരാ? 1. അപ്പൊ അതുകൂടി ഓക്കെ.
അപ്പൊ നമുക്ക് ഒരുപോലത്തെ ആൾക്കാരുണ്ട്, L ഉണ്ട്. അപ്പൊ അവരുടെ പവർ എന്ത് ചെയ്യാ, കൂട്ടി എഴുതാം. അപ്പൊ ഞാൻ ഇവിടെ തൽക്കാലം ഇതാണ്, ഇതിന്റെ ബാക്കിയുടെ ഇതാണ്. അതായത് അവരുടെ പവർ കൂട്ടി എഴുതാം. -2 2 + -1 എത്ര വരും, 1 വരും. m സ്ക്വയർ L raised to 1 ആണ് വരാ, T raised to -4 = ഡയമെൻഷൻ ഓഫ് a സ്ക്വയർ. എന്തിന്റെ ഡയമെൻഷൻ ആണ് വരാ, സ്ക്വയറിന്റെ ഡയമെൻഷൻ ആണ് വരാ. ഇവിടെ നോക്കി, ഇത് രണ്ടും പ്ലസ് ചെയ്തപ്പോ നമുക്ക് എന്ത് വന്നു, ഇവിടെ എന്ത് വന്നു, 1 വന്നു. ഇനി a സ്ക്വയറിന്റെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, ആണോ? അല്ലല്ല, എന്തിന്റെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, എയുടെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ സ്ക്വയർ കളയാൻ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, റൂട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ റൂട്ട് കൊടുക്കാൻ പോവാണ്. എങ്ങനെ റൂട്ട് കൊടുക്കാൻ നോക്കി, ഇവിടെ റൂട്ട് കൊടുക്കുമ്പോ, ഇനി ഇവിടെ റൂട്ട് കൊടുക്കുമ്പോ, ഇവിടെ നോക്കി, ഇവിടെ റൂട്ട് കൊടുക്കുമ്പോ ഇവിടെ റൂട്ടും സ്ക്വയറും കട്ട് ചെയ്തു പോവും. ഇവിടെ എന്ത് വരും, ഒരു സ്ക്വയർ കട്ട് ചെയ്തു പോവും, ബാക്കി അവിടെ -2 ഉണ്ടാവും. ഇവിടെ റൂട്ട് എല്ലിന് എനിക്ക് എന്ത് ചെയ്താൻ പറ്റും, റൂട്ട് എക്സിനെ 1/2 എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ റൂട്ട് എല്ലിന് എനിക്ക് എഴുതാൻ പറ്റും, L raised to 1/2 എഴുതാൻ പറ്റും. അപ്പൊ അതാണ് എഴുതാൻ പോണത് കേട്ടാ. m അവിടെ സ്ക്വയറും റൂട്ടും വെട്ടിപ്പോയി, ഇവിടെ L raised to 1/2 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, T raised to, അവിടെ സ്ക്വയറേ പോയിട്ടുള്ളൂ, ബാക്കി എന്തുണ്ട്, ഒരു 2 കൂടി ഉണ്ട്. അതാണ് ആരുടെ ഡയമെൻഷൻ, എയുടെ ഡയമെൻഷൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അതായത് നമ്മോട് ചെയ്യേണ്ട കാര്യം എന്താണ്, രണ്ടുപേരുടെ ഡയമെൻഷൻ സെയിം ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ആളുടെ ഡയമെൻഷൻ സെയിം ആണെന്ന് പറഞ്ഞിട്ട് ബീനെയും കൂടി അങ്ങനെ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. ഓക്കെ ആണല്ലോ. ഇനി അപ്പൊ ബിയുടെ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ബിയുടെ ഡയമെൻഷൻ എന്താണ് മക്കളെ, ബിയുടെ ഡയമെൻഷൻ ബിയുടെ എങ്ങനെ കണ്ടുപിടിക്കുക, എഫിന്റെ ഡയമെൻഷനും ബിയുടെ ഡയമെൻഷൻ BT സ്ക്വയറിന്റെ ഡയമെൻഷൻ സെയിം ആന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമ്മൾ വേറെ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടില്ലേ, F സ്ക്വയറിന്റെ ഡയമെൻഷനും B സ്ക്വയർ T raised to 4 ഡയമെൻഷനും സെയിം ആന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കണ്ടുപിടിക്കും. നോക്കിക്കോട്ടാ, എഫിന്റെ ഡയമെൻഷൻ, F സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്താണ് F സ്ക്വയറിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ BT സ്ക്വയറിന്റെ ഡയമെൻഷനും BT raised to 4 ഇതിന്റെ ഡയമെൻഷൻ സെയിം ആന്ന് അങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആരാണ്, കണ്ടുപിടിക്കേണ്ടത് ബി സ്ക്വയർ അല്ലെങ്കിൽ ബിയുടെ കണ്ടുപിടിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ടി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ എഫ് സ്ക്വയർ ബൈ ടി റേസ് ടു 4, എഫ് സ്ക്വയർ ബൈ ടി റേസ് ടു f square by t raised to 4 is equal to b square. ഇങ്ങനെ വരും. ഇനി അടുത്ത കാര്യം എന്താ വരാ, ഇവരെ രണ്ടുപേർക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡയമെൻഷൻ കൊടുക്കേണ്ടി വരും. അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡയമെൻഷൻ കൊടുക്കേണ്ടി വരും. അവർക്ക് എങ്ങനെ ഡയമെൻഷൻ കൊടുക്കാം, mlt raised to -2 square by t raised to 4. അതായത് ക്യാപിറ്റൽ ടി ആണ് അവിടെ. ഇങ്ങോട്ട് നോക്കിയേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, രണ്ടുപേരുടെ ഡയമെൻഷൻ കിട്ടി. ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്, എഫ് സ്ക്വയർ ബൈ ടി റേസ് ടു 4 is equal to ബി സ്ക്വയർ. അപ്പൊ അങ്ങനെ വന്നു. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഡയമെൻഷൻ കൊടുക്കാണ്. അപ്പൊ രണ്ടുപേരും എഫിന്റെ ഡയമെൻഷൻ കൊടുത്തു, അതായത് എഫ് സ്ക്വയറിന്റെ ഡയമെൻഷൻ കൊടുത്തു, ടി റേസ് ടു 4 ഡയമെൻഷൻ കൊടുത്തു. ഇതിൽ ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ സംഭവിക്കും, ഇത് 4 ആയിട്ട് മാറും, ഇത് സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഞാൻ ഈ സ്ക്വയറിന് എന്ത് ചെയ്തു മക്കളെ, ഉള്ളിലോട്ട് കൊടുത്തു ട്ടാ. ഇനി അടുത്തത് ആ ടീനെ മേലോട്ട് ഉണ്ടാവുകയാണ്. ആ ടീനെ മേലോട്ട് കൊണ്ടുമ്പോൾ എന്ത് സംഭവിക്കും, എം സ്ക്വയർ എൽ സ്ക്വയർ ടി റേസ് ടു -4 ഇൻറ്റു ടി റേസ് ടു 4 എന്ന് വരും. അപ്പോൾ ടി റേസ് ടു -4ഉം ടി റേസ് ടു 4ഉം ഇവർ രണ്ടേരും 4 എന്തായി പോകും, പ്ലസ് ആയിട്ട് പോകും. അപ്പൊ ടി റേസ് ടു 0. അപ്പൊ ഇനി അവിടെ എന്തില്ല, ടി ഇല്ല ട്ടാ. ഇനി അവിടെ ആകെ ആര് മാത്രമേ ഉള്ളൂ, എം സ്ക്വയർ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ. അവിടെ ബി സ്ക്വയർ കളയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഇവിടെ റൂട്ട് കൊടുക്കും. അവിടെ റൂട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, സ്വാഭാവികമായിട്ട് റൂട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആ സ്ക്വയറും റൂട്ടും വെട്ടിപ്പോവും. നമുക്ക് അപ്പൊ സിമ്പിൾ ആയിട്ട് ഡയമെൻഷൻ കിട്ടും കേട്ടാ. ഇവിടെ ടി പോയി, അവിടെ ടി പ്ലസ് ചെയ്യുമ്പോൾ ടി പോവും. എം സ്ക്വയർ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് വരും. ഇവിടെ ബി മാത്രം കിട്ടിയാൽ പോരെ. അപ്പൊ ബി കിട്ടാൻ വേണ്ടി ഇവിടെ നമ്മൾ റൂട്ട് കൊടുക്കും. റൂട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് കട്ട് ചെയ്ത് പോകട്ടാ. നോക്കിക്കോ,
ഇത് എന്ത് ചെയ്യും? കട്ട് ചെയ്യും പോവും. അപ്പൊ ML ആണ് ആരുടെ ഡയമെൻഷൻ? ബിയുടെ ഡയമെൻഷൻ. ബിയുടെ ഡയമെൻഷൻ എന്താണ് മക്കളെ? ML ട്ടാ. ഇവിടെ റൂട്ട് കൊടുക്കുമ്പോ ഇത് കട്ട് ചെയ്ത് പോവും, ഇത് കട്ട് ചെയ്ത് പോവും, ഇത് കട്ട് ചെയ്ത് പോവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എയുടെ ഡയമെൻഷൻ ഇവിടെ, അപ്പൊ എയുടെ ഡയമെൻഷൻ ഇവിടെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ബിയുടെ ഡയമെൻഷൻ ഇവിടെ കിട്ടി. ബിയുടെ ഡയമെൻഷൻ ML ട്ടാ. ഞാൻ ഇവിടെ മാറ്റി, ഇതാണ് ML. ഇനി നമുക്കുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അതായത് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. കറക്റ്റ്നെസ് ഒക്കെ ആണ്, കറക്റ്റ്നെസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കണ, അതായത് ഇത് ഏതാ പ്രിൻസിപ്പിൾ? ഏതാ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. അപ്പൊ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 3g 4πRg. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ നോക്കണം. അപ്പൊ ഇക്വേഷൻ കറക്റ്റ് ആണോ നോക്കേണ്ടത്? അതായത് ഹോമോജനിറ്റി പറയുന്ന കാര്യം എന്താ? ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷന്റെ എല്ലാ ടേംസിന്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കും. ഇവിടെ എത്ര ടേം ഉണ്ട്? 2 ടേം ഉണ്ട്. ഒന്ന് ഡെൻസിറ്റി, ഒന്ന് എന്താണ്? 3g 4πRg. ആ 2 ടേമിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കണം. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഡെൻസിറ്റി ഡയമെൻഷൻ അറിയാലോ. ഡെൻസിറ്റി ഡയമെൻഷൻ എന്താണ്? ഇവിടെ എഴുതിയിട്ടില്ല അല്ലെ? ഡെൻസിറ്റി ഡയമെൻഷൻ, അതായത് റോയുടെ ഡയമെൻഷൻ ML⁻³ ആണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ കേട്ടാ. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി ഡയമെൻഷൻ തന്നെ ആയിരിക്കണം ആരുടെ ഡയമെൻഷൻ? 3g 4πRg യുടെ ഡയമെൻഷൻ. അപ്പൊ 3g 4πRg ഇതിന്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം ML⁻³ തന്നെ ആയിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആ മേലയിൽ ആരൊക്കെ ഉണ്ട്? 3 ഉണ്ട്. 3ക്ക് ഡയമെൻഷൻ ഉണ്ടാ? നമ്പേഴ്സിന് ഡയമെൻഷൻ ഇല്ല കേട്ടാ. അപ്പൊ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. നമ്പേഴ്സിന് ഡയമെൻഷൻ ഇല്ല. 3ക്കും 4നും ഡയമെൻഷൻ ഇല്ല. പൈ എന്ന് പറഞ്ഞാൽ 3.14 അങ്ങനെ വാല്യൂ ഉള്ള നമ്പർ ആണ്. അപ്പൊ പൈക്കും എന്തില്ല? ഡയമെൻഷൻസ് ഇല്ല. അത്രയും പേര് എന്ത് ചെയ്യാ? കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഇനി ബാക്കി ഇവിടെ ഉള്ളത് GRG. അപ്പോ ജിയുടെ ഡയമെൻഷൻ ഞാൻ കൊടുക്കാൻ പോവാണ്. എന്താണ് ജിയുടെ ഡയമെൻഷൻ? ജിയുടെ ഡയമെൻഷൻ LT⁻² ആണ് അല്ലെ? അവിടെ നോക്കി, ജിയുടെ ഡയമെൻഷൻ LT⁻² ബൈ ആറിന്റെ ഡയമെൻഷൻ L. ജിയുടെ ഡയമെൻഷൻ എന്താണ്? M⁻⁻1 L⁻³ T⁻². അറിയാലോ, ഇതാണ് ആരുടെ ഡയമെൻഷൻ? ജിയുടെ ഡയമെൻഷൻ. ഇവിടെ നോക്കി, ഇവിടെ ഒരുപോലത്തെ ആൾക്കാരുണ്ട്. ഇവിടെ ഒരുപോലത്തെ ആൾക്കാരുണ്ട്. ഒരുപോലത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ പവർ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്? കൂട്ടിയതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 3+1 എന്തായിട്ട് വരും? 4 ആയിട്ട് വരും. അപ്പൊ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതാൻ പോവാണ്. നോക്കിക്കോട്ടാ. LT⁻² ബൈ M L⁻⁴ T⁻². ഇങ്ങനെയാണ് വരാം. അപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു എല്ലും ഇവിടെ എല്ലും ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അല്ലെങ്കിൽ മേലെ പോകുമ്പോൾ തന്നെ കട്ട് ചെയ്ത് പൊക്കോളും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പൊ തൽക്കാലം ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഒരു എല്ലും ഇവിടെ ഒരു എല്ലും എന്ത് ചെയ്ത്, അടിയിൽ 4 എല്ലുണ്ട് അല്ലെ? അടിയിൽ 4 എല്ലുണ്ട്. അതില് ഒരു എല്ല് ഞാൻ കട്ട് ചെയ്ത് കളയാൻ പോവാണ്. ഓക്കെ, അപ്പൊ ബാക്കി എത്ര എല്ലുള്ളൂ? 3 എല്ലുള്ളൂ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഉള്ള എല്ലാരെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മേലോട്ട് കൊണ്ടുപോകാൻ പോവാണ്. അപ്പൊ മേലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ -1 M, അതായത് M⁻⁻1 അവിടെ ചെല്ലുമ്പോൾ എന്താവും? അടിയത്തെ സാധനം പവർ മൈനസ് ആണെങ്കിൽ അതിന്റെ പവർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ +1 ആണെന്നുണ്ടെങ്കിൽ മേലോട്ട് ചെല്ലുമ്പോൾ എന്താവും? -1 ആവും. ഇവിടെ -1 ആണെന്നുണ്ടെങ്കിൽ മേലോട്ട് ചെല്ലുമ്പോൾ എന്താവും? +1 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പില് അടിയിലുള്ള എല്ലാരെയും മേലോട്ട് കൊണ്ടുപോകും. അപ്പൊ ആരൊക്കെ ഉണ്ട്? T⁻² ഇൻറ്റു ഇപ്പുറത്ത് ചെയ്താട്ടോ. അടിയിലുള്ള എല്ലാരെയും മേലോട്ട് കൊണ്ടുപോകാൻ T⁻² ഇൻറ്റു M⁻⁻1 അല്ല, -1 മേലോട്ട് വരുമ്പോൾ സംഭവിക്കണ മക്കളെ? +1 ആയിട്ട് മാറും കേട്ടോ. ഇതായിട്ട് മാറും, +1 ആയിട്ട് മാറും. അപ്പൊ M⁻⁻1 മേലോട്ട് വന്നപ്പോ പ്ലസ് ആയി. L⁻³ +3 ആണ്. മേലോട്ട് വരുമ്പോ എന്താവും? -3 ആയിട്ട് മാറും. ഇനി അതുപോലെ തന്നെ T⁻² ആണ്. -2 മേലോട്ട് വരുമ്പോ എന്തായിട്ട് മാറും? +2 ആയിട്ട് മാറും. കുഴപ്പമില്ലല്ല. ഇനി ഇവിടെ ഒരുപോലത്തെ ആൾക്കാരുണ്ടോ നോക്കി. ഇവിടെ ഒരുപോലത്തെ T ഉണ്ടല്ല. T വന്നു കഴിഞ്ഞാൽ ഒരുപോലത്തെ T വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പവർ കൂട്ടി എഴുതണം. അപ്പൊ പവർ കൂട്ടി എഴുതുമ്പോ -2 + 2 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉത്തരം 0. അതിന്റെ അർത്ഥം അവിടെ T⁻0
m raised to 1 l raised to -3 എന്നാണ്. t raised to 0 എന്ന് പറഞ്ഞാൽ അവിടെ t ഇല്ല, പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല. m raised to 1 l raised to -3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ ഡയമെൻഷനും ഡെൻസിറ്റി ഡയമെൻഷനും സെയിം ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ദ ഇക്വേഷൻ ഈസ് കറക്റ്റ് ബിക്കോസ് the dimension of both terms are same എന്ന് എഴുതാം. ഇക്വേഷൻ അവസാനിപ്പിക്കുക, അതായത് പ്രോബ്ലം അവസാനിപ്പിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇതില് ഏറ്റവും സിമ്പിളും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റുമായ ഒരു ക്വസ്റ്റ്യൻ ആണ് സിഗ്നിഫിക്കന്റ് ഫിഗർ. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആണ് ചെയ്യാൻ. അപ്പൊ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. വളരെ സിമ്പിൾ ആണ്. നോക്കിക്കേ, ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും. അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ പോയിന്റ് ഉള്ളതാണോ അതോ പോയിന്റ് ഇല്ലാത്തതാണോ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ പോയിന്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നോൺ സീറോ നോക്കാം. ഞാൻ ആദ്യം എക്സാമ്പിൾ പറയാം. ഇപ്പൊ 0 1 2 4 0 0 0 ഇങ്ങനെയാണ് നമ്പർ എന്നുണ്ടെങ്കിൽ അവിടെ പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യത്തെ നോൺ സീറോ, ഇവിടെ ആദ്യത്തെ നോൺ സീറോ ആരാണ്? 1 ആണ്. ആദ്യത്തെ നോൺ സീറോ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ആദ്യത്തെ നോൺ സീറോ തൊട്ട് അങ്ങോട്ടുള്ള എല്ലാവരും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 6. അവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 6 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ തന്നിരിക്കുന്നത് പോയിന്റ് ഉള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറഞ്ഞത്? ആദ്യത്തെ നോൺ സീറോ നോക്കുക, അവിടെ നിന്നുള്ള എല്ലാവരും എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിരിക്കും. അവിടെയുള്ള എല്ലാവരും എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിരിക്കും. അപ്പൊ ആദ്യത്തെ നോൺ സീറോ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ നോൺ സീറോ നോക്കാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ നോൺ സീറോ നോക്കാൻ പോവാണ്. 0 0 0 7. ഇതിൽ ആദ്യത്തെ നോൺ സീറോ എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ 7 ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. അത് കഴിഞ്ഞിട്ട് വേറെ ആരുമില്ല. അപ്പോഴത്തെ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണം 1. ഇനി ഇവിടെ ഈ നമ്പറിൽ നോക്കി, ആദ്യത്തെ നോൺ സീറോ ആരാണ്? ആദ്യത്തെ നോൺ സീറോ ആരാണ്? ഇവിടുത്തെ ആദ്യത്തെ നോൺ സീറോ 6. അപ്പൊ 6 തൊട്ട് അവിടെ നിങ്ങളുടെ എണ്ണണം. ഇവിടുത്തെ ആദ്യത്തെ നോൺ സീറോ 6 ആണ്. അപ്പൊ 6 തൊട്ട് അവിടെ നിന്ന് കിട്ടണം 1 2 3 4 5 6. അപ്പൊ അവിടെ 6 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണുള്ളത്. ഇനി അടി നോക്കുമ്പോ 10 raised to 24. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ എന്ത് ചെയ്യുക? വെട്ടിക്കളിയ. 10 raised to അങ്ങനത്തെ സാധനങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? മൈൻഡ് ചെയ്യണ്ട. സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കാൻ പറയണേ, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ആദ്യം നോക്കേണ്ടത് കുത്തുണ്ടോ കുത്തില്ലേ എന്നാണ്. കുത്തുണ്ടെങ്കിൽ ആദ്യത്തെ നോൺ സീറോ നോക്കാം. അതായത് ഇവിടെ എത്ര ഉണ്ട്? ആദ്യത്തെ നോൺ സീറോ എന്ന് പറഞ്ഞാൽ 2 2 6 4 0. 1 2 3 4. 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് അവിടെ ഉള്ളത്. ഇനി ഇവിടെ എന്ത് നോക്കണം? എത്ര സിഗ്നിഫിക്കന്റ് നോക്കണം? ആദ്യത്തെ നോൺ സീറോ ആരാണ്? 1 ആണ്. അപ്പൊ 1.000. അപ്പൊ ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കി. അതായത് 1.00, അതായത് 001 100. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ആദ്യത്തെ നോൺ സീറോ ആരാണ്? 1 ആണ്. 1 കഴിഞ്ഞുള്ള എല്ലാവരും എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിരിക്കും. കാരണം അവിടെ എന്തുണ്ട്? പോയിന്റ് ഉണ്ട്. പോയിന്റ് വന്നു കഴിഞ്ഞാല് ആദ്യത്തെ നോൺ സീറോ അവിടെ നിന്ന് എല്ലാവരും എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ നോൺ സീറോ 1 2 3 4. ഓക്കെ, അപ്പൊ അവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇപ്പൊ പോയിന്റ് വരുന്ന കേസാണ് നമ്മൾ പറഞ്ഞത്. ഇനി പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? പോയിന്റ് ഇല്ലാത്തൊരു നമ്പർ ഞാൻ ഇപ്പൊ എഴുതി വെക്കാം. നോക്കിക്കോട്ടാ. 0 0 2 4 0 0 0 7 5 6 0 0 0. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടാവും? ഒന്ന് നോക്കി, ഇതില് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടാവും? ഞാനൊരു കാര്യം പറയട്ടെ. ഡെസിമൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നോൺ സീറോ നോക്കണം. അവിടെ നിന്ന് എല്ലാവരും എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിരിക്കും. ഡെസിമൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ നോൺ സീറോ നോക്കാം, അവസാനത്തെ നോൺ സീറോ നോക്കാം. അതിന്റെ ഇടയിലുള്ള എല്ലാവരും എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിരിക്കും. അതായത് 1 2 3 4 5 6 7 8. 8 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് നമുക്ക് അവിടെ ഉള്ളത് കേട്ടോ. ഓക്കെ, ആദ്യത്തെ നോൺ സീറോ നോക്കാം, അവസാനത്തെ നോൺ സീറോ നോക്കാം. അവരുടെ ഇടയിലുള്ള എല്ലാവരും എന്തായിരിക്കും മക്കളെ? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിരിക്കും. അപ്പൊ കുറച്ച് ഞാൻ നമ്പർ തരാം, നോക്കിക്കോട്ടാ. 0 0 4 5 7 0 1 2 3 4 1 2 3 4 5 0 0 0. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന് നോക്കിയാലോ. ആദ്യത്തെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 3. കാരണം ആദ്യത്തെ നോൺ സീറോ നോക്കാം, അവസാനത്തെ നോൺ സീറോ നോക്കാം. 3 സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇവിടെ എത്ര ഉണ്ട്? 4. കാരണം ആദ്യത്തെ നോക്കാം, അവസാനത്തെ നോക്കാം. 4 സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇവിടെ നോക്കിയാൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ആദ്യത്തെ നോക്കാം,
അവസാനത്തെ നോക്കാം 5 സിഗ്നിഫിക്കന്റ് ഫിഗർ. ഓക്കെ, ഇതൊക്കെ സീറോസ് ആണ്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കാൻ പഠിച്ചു. ഇനി ഇതുപോലെ, അതായത് സിഗ്നിഫിക്കന്റ് ഫിഗറിൽ നിന്ന് വളരെയധികം അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. അതായത് അവര് നമുക്ക് കുറച്ച് വാല്യൂസ് തരും. ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് എ മെറ്റൽ ഷീറ്റ് ആർ. അതായത് ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞ കാര്യം ഏരിയ വോളിയം. ഈ +1 പഠിക്കുന്ന കുട്ടികൾക്ക് ഏരിയ വോളിയം എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഇത്ര വലിയ പണിയുള്ള കാര്യമാണോ? അല്ല. പക്ഷെ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗറിൽ കണ്ടുപിടിക്കാൻ. അപ്പൊ കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അതായത് ഇപ്പോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരാ. കാരണം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതുപോലെ തന്നെ എന്താണ് വരാ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതായത് അങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കാൻ വരാ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ അവരിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആരാണോ അത്രയും സിഗ്നിഫിക്കന്റ് ഫിഗർ തന്നെ എവിടെ വരാൻ പാടുള്ളൂ, ഉത്തരത്തിൽ വരാൻ പാടുള്ളൂ. അപ്പൊ ഇതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കിക്കോട്ടാ. അതായത് ഇവിടെ ഫസ്റ്റ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഏരിയ. കണ്ടില്ലേ, എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഏരിയ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ലെങ്ത് എത്രയാണ്? 4.234 മീറ്റർ. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് വന്നിട്ടുണ്ട് 1.005 മീറ്റർ. അപ്പോ ലെങ്ത് അവർ വന്നിട്ടുണ്ട്, ഞാൻ കൂട്ടാൻ പോവാണ്. 4.234 ഇൻറ്റു അതുപോലെ തന്നെ 1.005. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ ഉത്തരം എത്രയാണെന്നറിയോ? അത് കിട്ടണ ഉത്തരം കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് കിട്ടും. അപ്പൊ എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ അവിടെ ഓൾറെഡി കൊടുത്തിട്ട് എന്താണ് 4.25517. ഓക്കെ, അതാണ് ഏരിയ. അപ്പൊ ഏരിയ നമുക്ക് കിട്ടിയ എന്താണ് 4.25517. ഇവിടെ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ് നമുക്ക് ശരിക്കും ഏരിയ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടല്ല കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആക്കാൻ. അപ്പൊ ഇവിടെ കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാണ്? അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ നോക്കി, മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഇവിടെ രണ്ടുപേരുടെയും സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാന്ന് നോക്കണം. ആദ്യത്തേൽ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാണ്? അതായത് ഇവിടെ പോയിന്റ് വരുന്നുണ്ട്. പോയിന്റ് വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ നോൺ സീറോ നോക്കാം, അവിടെ നിന്ന് എല്ലാവരും എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ഇവിടെയും പോയിന്റ് വരുന്നുണ്ട്, അപ്പൊ ആദ്യത്തെ നോൺ സീറോ നോക്കാം, അവിടെ നിന്ന് എല്ലാവരും എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിരിക്കും. അപ്പൊ ആദ്യത്തേൽ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാണ്? 4. രണ്ടാമത്തേൽ സിഗ്നിഫിക്കന്റ് ഫിഗർ 4. ഇതിൽ കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഏതാ നോക്കാം. രണ്ടുപേർക്കും സെയിം ആയതുകൊണ്ട് ഇപ്പൊ കുറവൊന്നുമില്ല. അപ്പൊ ഇതിൽ കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാന്ന് നോക്കാം. ആ കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ തന്നെ എവിടെ വരാൻ പാടുള്ളൂ? ഉത്തരത്തിൽ വരാൻ പാടുള്ളൂ. ഇപ്പൊ തൽക്കാലം രണ്ടുപേർക്ക് സെയിം ആയതുകൊണ്ട് ഒരാളുടെ 4 എടുക്കുക. അപ്പൊ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ തന്നെ എവിടെ വരാൻ പാടുള്ളൂ? ഉത്തരത്തിൽ വരാൻ പാടുള്ളൂ. അതായത് 1, 2, 3, 4. അപ്പൊ ഇതിനെ രണ്ടിനും എന്ത് ചെയ്യണം? നമുക്ക് കളയണം. അപ്പൊ ഉത്തരത്തിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ വരാൻ പാടുള്ളൂ? 4 സിഗ്നിഫിക്കന്റ് ഫിഗർ വരാൻ പാടുള്ളൂ. അതായത് ഉത്തരം എത്രയാണ്? 4.255. ഇതാണ് ഉത്തരം. അപ്പൊ ഈ 17 എങ്ങനെ കളയും? അതായത് ഈ 5 കഴിഞ്ഞിട്ട് 1 ആണ്, അല്ലെങ്കിൽ 5നേക്കാൾ താഴെയുള്ള നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുത്ത് കളയാം, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ 5 കഴിഞ്ഞിട്ട് അവിടെ 6ഓ 7ഓ 8ഓ 9ഓ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ഇവിടെ +1 ചെയ്യണം. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 4.255 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ +1 ചെയ്യണം. 4.256. ഇങ്ങനെയാണ് അവർ എന്ത് ചെയ്യുക? ഈ 6നെ നമുക്ക് കളയാം. ഓക്കെ, അതായത് തൊട്ടിപ്പുറത്തെ നമ്പറിൽ എന്ത് ചെയ്യണം? +1 ചെയ്യണം. അങ്ങനെയാണ് അത് കളയാട്ടാ. ഇനി അടുത്തത് വോളിയം കണ്ടുപിടിക്കണം. വോളിയം കണ്ടുപിടിക്കാനായിട്ട് വോളിയത്തിന്റെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 4.2251. ഓക്കെ, ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എത്രയാ മക്കളെ? ഹൈറ്റ് 2.01 സെന്റിമീറ്റർ. എന്താണ്? 2.01 സെന്റിമീറ്റർ. നമുക്ക് ഇത്രയും നേരം എന്തിലാണ് വന്നുകൊണ്ടിരുന്നത്? മീറ്ററിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അതിന് എന്താക്കണം? സ്വാഭാവികമായിട്ട് മീറ്റർ ആക്കണം. അപ്പൊ അതിനെ മീറ്റർ ആക്കാൻ വേണ്ടി, സെന്റിമീറ്റർ മീറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം 2.01
0.01 into 10 raised to minus 2 meter. അപ്പൊ ആ സെന്റിമീറ്റർ എന്തായിട്ട് മാറും? മീറ്റർ ആയിട്ട് മാറും. അപ്പൊ അത് തന്നെ അവിടെ കൊടുക്കാൻ പോവാണ് 2.01 into 10 raised to minus 2. അപ്പൊ ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് നോക്കി. ആദ്യത്തെ ആൾക്ക് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 4. രണ്ടാമത്തെ ആൾക്ക് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് മക്കളെ? എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് നോക്കി. ഇതിന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണുള്ളത്. അപ്പൊ നോക്കി, ആദ്യത്തെ ആൾക്ക് 4, രണ്ടാമത്തെ ആൾക്ക് 3. അപ്പൊ ഞാൻ പറഞ്ഞു ഉള്ളതില് ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് എവിടെ വരേണ്ടത്? ഉത്തരത്തില് വരേണ്ടത്. അപ്പൊ ഇവിടെ 3 ആയതുകൊണ്ട് ഉത്തരത്തില് എന്ത് തന്നെ വരണം? 3 സിഗ്നിഫിക്കന്റ് ഫിഗർ തന്നെ വരണം. അപ്പൊ ഇവിടെ വോളിയം ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 0.0855289 മീറ്റർ ക്യൂബ് ആണ്. ഇവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ, ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ. ഉത്തരത്തിൽ എത്ര വരാൻ പാടുള്ളൂ? ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ അതേ വരാൻ പാടുള്ളൂ. ഏറ്റവും കുറവ് എത്രയാണ്? 3 ആണ്. അപ്പൊ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ, ഉത്തരത്തിൽ വരാൻ പാടുള്ളൂ. അതായത് നോൺ സീറോ. ആദ്യത്തെ നോൺ സീറോ നോക്കാം. പോയിന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ നോൺ സീറോ നോക്കാം. അവിടെ നിന്ന് 3 എണ്ണം 1 2 3. അപ്പൊ 5 കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 5നേക്കാൾ വലിയ നമ്പർ ആണെങ്കിൽ ഇവിടെ പ്ലസ് ചെയ്യണം, 5നേക്കാൾ ചെറിയ നമ്പർ ആണെങ്കിൽ പ്ലസ് ചെയ്യണ്ട. അപ്പൊ അവിടെ 2 ആണുള്ളത്. അപ്പൊ 2 ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്യണ്ട? മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉത്തരം എത്രയാണ്? 0.0855. ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് മക്കളെ? ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ലെ? 3 സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ലെ? പോയിന്റ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നോൺ സീറോ നോക്കാം. അവിടെ നിന്ന് എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ. അതായത് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ. എന്തിനു വേണ്ടിയുള്ള ഇക്വേഷൻ ആണ്? ഫോർ എക്സസ് പ്രഷർ. പ്രഷറിന് വേണ്ടിയുള്ള ഇക്വേഷൻ. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ആരെയാണെന്ന് മനസ്സിലായി? ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? പ്രഷറിനെയാണ്. അപ്പൊ കണ്ടുപിടിക്കേണ്ട ആളെ എഴുതി വെക്കാം, P. അതിനുശേഷം ഒരു ചിഹ്നം കൂടി ഇടാം, പ്രപ്പോർഷണൽ. ഓക്കെ, ഈ മെത്തേഡിൽ ചെയ്യേണ്ട കാര്യം ഏത് മെത്തേഡിലാണ്? ഒബ്റ്റെയിൻ, ഡിറൈവ്, ഡിപ്പെൻഡ്, സോൾവ് ഇങ്ങനത്തെ വാക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മെത്തേഡിലാണ് ചെയ്യുക. അപ്പൊ ഒരു ഇക്വേഷൻ ഡിറൈവ് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കണ്ടുപിടിക്കേണ്ട ആൾ എഴുതാ, പ്രപ്പോർഷനിലെ ചിഹ്നം ഇടാ. അതിനുശേഷം ഏതൊക്കെ അക്ഷരം തന്നിട്ടുണ്ടോ അതൊക്കെ എഴുതി വെക്കുക. പിന്നെ നോക്കി, ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ് യൂസിങ് ഡൈമെൻഷണൽ അനാലിസിസ് the factors depending are surface tension S. ഒരു അക്ഷരം കിട്ടി. അതുപോലത്തെ റേഡിയസ് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ് R, അടുത്ത അക്ഷരം കിട്ടി. അപ്പൊ ആ 2 അക്ഷരം എഴുതി വെക്കാം, S R. S എത്ര ഉണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് അതിന്റെ പവർ A കൊടുത്തു. R എത്ര ഉണ്ടെന്ന് അറിയില്ല, അതിന്റെ പവർ V കൊടുത്തു. അപ്പൊ ഈ പ്രപ്പോസലിലെ ചിഹ്നം കളയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? അവിടെ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരാണ്, K S raised to A R raised to B. സ്വാഭാവികം, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി 2 സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഡയമെൻഷൻ കൊടുക്കാൻ പോവാണ്. മക്കളെ ശ്രദ്ധിച്ചു നോക്കോ. അപ്പൊ ഡയമെൻഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിയുടെ ഡയമെൻഷൻ എന്താ വരാ? പിയുടെ ഡയമെൻഷൻ അറിയില്ല അല്ലെ? പിയുടെ ഡയമെൻഷൻ M raised to 1 L raised to -1 T raised to -2. ഇതാണ് പിയുടെ ഡയമെൻഷൻ. അപ്പൊ ഞാൻ അതോട് കൊടുക്കാൻ പോവാണ് M raised to 1 L raised to -1 T raised to -2. K എന്ന് പറയുന്ന ആൾക്ക് ഡയമെൻഷൻ ഇല്ല. കാരണം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിന് ഇല്ല, ഡയമെൻഷൻ ഇല്ല. അപ്പൊ Kക്ക് ഡയമെൻഷൻ ഇല്ല. എസിന്റെ ഡയമെൻഷൻ, സർഫസ് ഡയമെൻഷൻ നോക്കി വെച്ചു. എന്താണ്? MT raised to -2. അപ്പൊ അതിന്റെ ഡയമെൻഷൻ കൊടുക്കാൻ പോവാണ് MT raised to -2. S raised to A ഉണ്ട്. MT raised to -2 raised to A. R raised to B. R ന്റെ ഡയമെൻഷൻ അവിടെ എഴുതിയിട്ടുണ്ട്, L ആണ്. R raised to B. കുഴപ്പമില്ലല്ല. S എഴുതി, R എഴുതി. ഇനി ഈ എനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഉള്ളിലോട്ട് കൊടുക്കാൻ പോവാണ്. നോക്കോ. അപ്പൊ എനുള്ളിലോട്ട് കൊടുക്കുമ്പോ എന്താ വരാ? M raised to 1 എനുള്ളിലോട്ട് കൊടുക്കുമ്പോ എന്താണ് വരാ? M raised to A T raised to -2A L raised to B. ഇങ്ങനെയാണ് വരാം. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് നമുക്ക് ആരൊക്കെ കണ്ടുപിടിക്കണം മക്കളെ? എനെയും ബിനെയും കണ്ടുപിടിക്കണം. എനെയും ബിനെയും കണ്ടുപിടിക്കണം. അപ്പോ ഒരു ഇക്വേഷനിൽ നോക്കി M L T അങ്ങനെ വന്നേക്കാണ്, ഇപ്പുറത്തും M L T അങ്ങനെ വന്നേക്കാണ്. അപ്പൊ എനിക്ക് ഇവിടെയും അവിടെയും ഒരുപോലത്തെ ആൾക്കാരെ എന്താ പറ്റും? ഒരുപോലെ ഈക്വൽ ടു ചെയ്താൻ പറ്റും. അപ്പൊ നോക്കി, ഇവിടെ M ഉണ്ട്, ഇവിടെ M ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈക്വൽ ടുന്റെ ഇപ്പുറത്തുള്ള ആളെ എഴുതാൻ പോവാണ്. M raised to 1 is equal to M raised to
എ ഇങ്ങനെ എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ ഈക്വൽ ടുന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അവരെ ഈക്വൽ ടു ഇട്ട് അവരെ സ്പെഷ്യൽ ആയിട്ട് എഴുതാൻ പറ്റും. m⁻1 is equal to m⁻a. ഇവിടെ നോക്കി, ഇവിടെ 1 കിടക്കുന്ന സ്ഥലത്താണ് ഇവിടെ ആര് കിടക്കുന്നത്, എ കിടക്കുന്നത്. ഇവിടെ 1 കിടക്കുന്ന സ്ഥലത്ത് ആര് കിടക്കണ, എ കിടക്കാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, 1 is equal to a എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ എ കിട്ടി, നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ബി കണ്ടുപിടിക്കാൻ പറ്റും. നോക്കി, ഒരുപോലെ എൽ കിടക്കുന്നുണ്ട്. അപ്പൊ എൽ നമുക്ക് എന്ത് ചെയ്താം, l⁻1 is equal to l⁻b. ഇവിടെ ബി കിടക്കുന്ന സ്ഥലത്ത് ആരാണ് കിടക്കുന്നത്, -1 ആണ് കിടക്കുന്നത്. അപ്പൊ -1 is equal to b നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ബിയും നമുക്ക് കിട്ടി. സിമ്പിൾ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അപ്പോ എക്സാമിന് എല്ലാ പ്രാവശ്യവും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഡിറൈവ് ചെയ്യാൻ, ഒബ്റ്റെയിൻ ചെയ്യാൻ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്തായാലും എക്സാമിന് ചോദിക്കുക. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തോടെ ഈ ചാപ്റ്ററിന്റെ വീഡിയോ തീരാണ്. ഓക്കെ, ബൈ ബൈ.